ദേവികുളം സബ് കളക്ടർക്കെതിരെ വൈദ്യുതി മന്ത്രി എം മണി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സഭ്യതയുടെയും സാമാന്യ മര്യാദയുടെയും സർവ്വസീമകളും ലംഘിച്ച് മന്ത്രി എം മണി നടത്തിയ പരാമർശം മന്ത്രിസഭയ്ക്കും ജനങ്ങൾക്കും അപമാനകരമാണെന്നായിരുന്നു VM സുധീരന്റെ പ്രതികരണം. വാർത്തയ്ക്കുവേണ്ടി വിവരക്കേട് പറയാൻ മടിയില്ലാത്തവർ നാട്ടിലുണ്ടെന്നായിരുന്നു CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ പരോക്ഷ വിമർശം. ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ഒരു ബോധവും ആളുകൾക്കില്ല. വാർത്തകൾക്ക് വേണ്ടി എന്തും വിളിച്ചു പറയും. അവർ മനസ്സിലാക്കണം, അവരുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയാണ്. ഭൂമാഫിയയുടെ വക്താവായ എം മണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടു. അതിന്റെ പേരിൽ ഈ എം മണി അദ്ദേഹത്തെ വീണ്ടും ആക്ഷേപിക്കുക, കയ്യും കാലുമായി മടങ്ങിപ്പോവില്ല എന്ന് സബ് കളക്ടറെ കുറിച്ച് പറഞ്ഞ ആളാണ്. ഇടുക്കിയിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രവൃത്തികളും മണി പവറിന്റെ ബലത്തിലാണ് നടക്കുന്നതെന്നായിരുന്നു BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. കയ്യേറ്റങ്ങളുടെ പിന്നിൽ രണ്ട് ശക്തികളാണുള്ളത്. ഒന്ന് മണി പവർ, അതുപോലെ തന്നെ പവർ മണി. പവർ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മണിയുടെ ശക്തി. സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട മന്ത്രി എം മണിയെ ചങ്ങലക്കിടണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ആരെയാണ് ഊളംപാറയ്ക്ക് അയക്കേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കുറുക്കന്റെ കയ്യിൽ കോഴിയെ ഏൽപ്പിച്ചു പോയാണ് മണിയെയും രാജേന്ദ്രനെയും ഒക്കെ വിളിച്ചിട്ട് കയ്യേറ്റം മണിയെ രാജേന്ദ്രനെ വിളിച്ചിട്ട് കയ്യേറ്റം എടുപ്പിക്കണമെന്ന് ചോദിക്കും. രാജേന്ദ്രൻ ഇപ്പൊ തന്നെ കയ്യേറ്റം വീട് വെച്ചിരിക്കുന്നതാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.